സോഷ്യൽ മീഡിയ യുഗം എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ ശ്രദ്ധിക്കും. ഇതൊക്കെ താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞുണ്ടാക്കിയതല്ലേ? അതൊന്നും ഓർമ്മല്ലേ? ഇപ്പോ എന്തെങ്കിലൊക്കെ വിളിച്ചു പറയാണോ? അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ പറയുന്ന എന്തൊക്കെ ഉടായിപ്പുകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പൊ ഈ കർണാടകയിൽ തന്നെ മുഖ്യമന്ത്രി മാറിപ്പോയെടുത്തു. മുഖ്യമന്ത്രി മാറിയപ്പോ അതാ അപ്പൊ വരുന്ന കറാമത്ത്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പരിശുദ്ധ ദീനിനെ എല്ലാരടുത്തും നിങ്ങളാണ് മോശമാക്കുന്നത്. ബുദ്ധിജീവികളും ബുദ്ധിയുള്ളവരും പൊതുജനമൊക്കെ എന്താണോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്താപ്പാ കറാമത്തിന്റെ അവസ്ഥ? APL പറഞ്ഞൊരു വിഷയമാണ് അത്ര പുതിയ കറാമത്ത്. നിങ്ങൾ കേട്ടില്ലേ? ഇല്ലേ? ഒന്ന് കേട്ടോളി. ആ കറാമത്ത് ഒന്ന് വെച്ചു കൊടുക്കും. മന്ത്രി ഉപ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ? ഉപ നോ ഉപ, ഇപ്പോൾ ഉപ, നെക്സ്റ്റ് ഉപ നോ ഉപ. അപ്പൊ ഡയറക്റ്റ് മുഖ്യമന്ത്രി. ഇപ്പൊ മുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെ കുറിച്ച് പറയാണ്. ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഉഭ പോകും, നോ ഉഭ. ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രി തന്നെയാകും. മൂപ്പരൽപ്പ കറാമത്തായിട്ട് പറഞ്ഞു ഒന്നാവില്ല, ഒരു വരാനുള്ളൊരു സംഭവം പറഞ്ഞതാവും. അപ്പോഴേക്ക് പെരുങ്കട്ട് സജീവം. ഉസ്താദിന്റെ വാക്ക് കറാമത്തായി പുലർന്നിരിക്കുന്നു. DK മുഖ്യമന്ത്രിയായി. ആൾക്കാരടിയിൽ എന്തിനാണോ ദീനിനെയും കറാമത്തിനും മോശാക്കണ്? നേരത്തെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയ സമയത്ത് തന്നെ ഇവിടെ ചർച്ച വന്നതാണ്. ആദ്യത്തെ 2.5 വർഷം അല്ലെങ്കിൽ 2 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകും. പിന്നീട് DK ആവുന്ന അന്നത്തെ വാർത്തകളിൽ തന്നെ ഉണ്ട്. അതെല്ലാവർക്കും അറിയണാണ്. അങ്ങനെയാണ് ഇപ്പൊ വാർത്ത പറഞ്ഞൊക്കെ കറാമത്താവോ? ഒരു ചാനലിന്റെ കറാമത്ത് കേട്ടോളി. പണ്ടത്തെ 3 വർഷം മുമ്പുള്ള കറാമത്താ വെച്ചു കൊടുക്ക്. അന്തിമ തീരുമാനം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക ഏതായാലും സിദ്ധരാമയ്യയുടെ വീട്ടിൽ വലിയ ആഘോഷത്തിന്റെ കാണാൻ കഴിയുന്നത്. അതേസമയം DKയുടെ വീട്ടിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ശോകമായ അന്തരീക്ഷമാണ്. ആളുകൾ നിരാശരാണ്. ഇത്രയും പ്രവർത്തിച്ചിട്ടും തങ്ങൾക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞ ദൃശ്യങ്ങൾ. അതേസമയം ഇവിടെ ആളുകൾ വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമൊക്കെയാണ്. 2 വർഷം സിദ്ധരാമയ്യ ആദ്യം മുഖ്യമന്ത്രിയാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. പിന്നീടായിരിക്കും അടുത്ത 3 വർഷം DKക്ക് അവസരം ലഭിക്കുക എന്ന്. അന്ന് ചാനലിന്റെ കറാമത്താ, അധിക ചാനലിലും ഈ കറാമത്തുണ്ടായി. എന്താ പ്രഖ്യാപനങ്ങൾ! നിങ്ങളാണ് ഈ ദീനിനെ വഷളാക്കുന്നത്. നിങ്ങൾക്ക് മാത്രം അറിയണ സംഗതി അപ്പൊ അതൊക്കെ. എന്നിട്ട് അത് വലിയ സംഭവം. നിങ്ങളത് മിണ്ടാതെ നിന്നാൽ തന്നെ ഇസ്ലാമിന് ഇസ്സത്ത്. അവിടെ ഒന്ന് നാവ് അടക്കി വെക്കുക. നിങ്ങളെ നാവുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതാണ് നിങ്ങൾ നാവുകൊണ്ട് തന്നെ കുടുങ്ങിപ്പോയത്. എത്ര വലിയ അപകടം അതൊക്കെ ഈ പറഞ്ഞു വരുത്തുന്നത് നിങ്ങൾ. അപ്പൊ സംഗതി എന്താന്ന് ചോദിച്ചാൽ, അല്ല ഇവർക്ക് പിന്നെ എന്ത് കറാമത്തും പറയാ, അതിലൊരു പ്രശ്നമില്ല. അതാണല്ലോ എയർപിൻ കറാമത്ത്. അത് മറക്കാതിരിക്കാമെന്ന് ജസ്റ്റ് വെച്ചു കൊടുക്ക്. അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ബാപ്പ 500 രൂപ സിറാജ് ഉപയോഗിച്ച് എയർപിൻ അങ്ങനെ തന്നെ കേറി വന്നിട്ട് വായി വിടാൻ പുറത്ത് വെച്ചു. ബേജാറായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ബാപ്പ 500 രൂപ സിറാജ് ഉപയോഗിച്ച് എയർപിൻ അങ്ങനെ. അപ്പോ 500 നേർച്ചാക്കിയപ്പോ വയറ്റിൽ നിന്ന് കയറി വന്ന് വായിലൂടെ പുറത്തോക്കി പോയി. രാമന്തലി തങ്ങൾ വെള്ളം മന്ത്രിച്ചൂതി ഉണ്ടാക്കിയ സംഭവത്തെ ഇയാൾ കറാമത്തായി മോഷ്ടിച്ചതാ. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ നിബന്ധനകൾ അതിനി ഇവിടെ മറക്കാൻ കഴിയില്ല. മമ്പാട്ടുകാരാ, മൗസൂഖും ബിഹിയായ ഇമാമാകണം കറാമത്ത് പറയണമെങ്കിൽ പറഞ്ഞിട്ടില്ലേ പേരോട്? 3 നൂറ്റാണ്ടിലുള്ളവർ പറഞ്ഞാലേ വിശ്വസിക്കേണ്ടതുള്ളൂ. പറഞ്ഞിട്ടില്ലേ? കറാമത്തായി വരുന്നതൊക്കെ ജിന്നുകൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഉലമാ സമ്മേളനം നടത്തിയിട്ട് ബുദ്ധിക്ക് യോജിക്കാത്തത് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഥാനി വഹാബി, വഹാബിന്റെ അപ്പുറത്ത് പോയിട്ടില്ലേ? അതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ശംസുൽ ഉലമയുടെ വഴിയിൽ അല്ല. ശംസുൽ ഉലമയുടെ വഴി കറാമത്ത് പറയുന്ന വഴിയാണ്. കറാമത്ത് പറയല്ല. EK ഉസ്താദ് കറാമത്ത് കാണിക്കന്നെ ചെയ്തു. അതിന് പറ്റി ഒറ്റൊന്നും അവിടെയല്ല. കാലുമുത്തിന്റെ വിഷയം പറഞ്ഞ ബല ഏത് കാലുമുത്താൻ?
കുനിയാൻ പോയിട്ട് മുത്താൻ പറ്റിയ കൈ പോലുമില്ല. ഉള്ളോല് മുത്തിക്കോട്ടെ. അതിന് നിങ്ങളെന്തിനാ ദേഷ്യം പിടിക്കുന്നത്? അപ്പൊ ചുരുക്കത്തിൽ കറാമത്തിനെ കുറിച്ച് പറഞ്ഞത് പെട്ട് ന്യൂ വഹാബികൾ പഴയ വഹാബിന്റെ മുമ്പിൽ ആകെപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ഖണ്ഡനം കൊണ്ട് രണ്ടും സമാന്ന് കിട്ടി. സുന്നത്ത് ജമാഅത്ത് പറയാൻ അത് മശായിഖിന്റെ അഹ്ലിനെ യോഗ്യത. മശായിഖിന്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ ആ പോരുന്ന വഴി തന്നെ. ഏത് വഴി വ്യക്തമാക്കി ഞങ്ങൾ കേരളത്തിന്റെ ചരിത്രമെടുക്കൂ. വരക്കൽ മുല്ലക്കോയ തങ്ങളും മഹാനരായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും തുബി മുഹമ്മദ് മുസ്ലിയാരും അതേപോലെ തന്നെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദും റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ആ വഴിയിൽ ഇന്നും സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, അതേപോലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന പാണക്കാട് സാദാത്തീങ്ങളിൽ പ്രധാനി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ കാണിച്ച വഴി മാത്രല്ല. ഞങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, അപ്പുറത്തെ സമസ്തയുടെ പ്രസിഡന്റായി നിങ്ങൾ പറയുന്ന മഹാനരായ സുലൈമാൻ ഉസ്താദ്, ഇവരൊക്കെ ആ വഴിയിൽ കൃത്യമാണ് ഞങ്ങൾ എണ്ണിയത്. ഞങ്ങൾ വെറുതെ എണ്ണിയതല്ല, മശായിഖ് വരച്ച് കാണിച്ചതാ. വരക്കൽ മുല്ലക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അതുപോലെ ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും അതുപോലെ തന്നെ ഇന്ന് നേതൃത്വം നൽകുന്ന ജിഫ്രി തങ്ങളും അപ്പുറത്തെ സമസ്തയുടെ പ്രസിഡന്റാണെന്ന് നിങ്ങൾ പറയുന്ന സുലൈമാൻ ഉസ്താദും ഇവരൊക്കെ ആ ഒറിജിനൽ ആലിമീങ്ങളുടെ വഴിയിലുള്ളത്. അവർ ഇസ്തിഗാസയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അബദ്ധജടിലമായ വാദം ഉന്നയിച്ചിട്ടില്ല. ശംസുൽ ഉലമ എന്ത് സംഭവം പറഞ്ഞാലും അതൊരു കറാമത്ത്, മശായിഖിന്റെ കറാമത്തായിട്ട് പറയും.